ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തേത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് ഓട്സും ചെറുപയറും കൊണ്ടാണ്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനിതാ 1 കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്, പിന്നെ 1/4 കപ്പോളം ചെറുപയറും എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് സോക്ക് ചെയ്യാൻ വെക്കാം. നമ്മൾ ചെറിയ തരിയുള്ള ഓട്സ് ആണെങ്കിൽ നമ്മൾ ഇതുപോലെ കുതിർത്ത് വെക്കേണ്ട ആവശ്യമില്ല. ചെറുപയർ നിർബന്ധമായിട്ടും കുതിർത്ത് വെക്കണം. അപ്പോൾ ഒരു 6 മണിക്കൂറെങ്കിലും അത് കുതിർത്ത് വെക്കണം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ചെറിയ തരിയുള്ള ഓട്സ് ആണെങ്കിൽ ഇതുപോലെ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ചെറുപയറും നല്ലതായി കുതിർന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുപയറും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ചെറുപയർ ഇവിടെ 1/4 കപ്പാണ് എടുത്തത്. 1/4 കപ്പിൽ കൂടുതൽ എടുക്കണ്ട, കുറഞ്ഞാലും പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ്. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളകും ഇട്ട് 1/2 കപ്പോളം വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് അരച്ച ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. പിന്നെ ഇതാ മിക്സിയിലോട്ടും ഒരു 1/2 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് ആ ഒരു വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ 1 കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് എടുത്തത്. അപ്പോൾ ഇതുപോലെ അരച്ചെടുത്ത ശേഷം ഒരു 10 മിനിറ്റ് നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമ്മൾ കുറച്ച് ബദാമാണ് എടുക്കുന്നത്. 10 പീസ് ബദാം എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു 2 ടേബിൾ സ്പൂണോളം തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്തതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇത് നമുക്ക് ആ ഒരു കുതിർത്തുന്ന സമയത്ത് അതിലേക്ക് കുതിർത്തെടുത്താലും മതിയാവട്ടെ. ഞാനിവിടെ ഇതുപോലെ ചെയ്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് പിന്നെ നമ്മൾ അരച്ച് വെച്ച ഈ ഒരു ബദാം പേസ്റ്റും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു ബദാം പേസ്റ്റ് ഇടുന്നത് നമ്മുടെ ഈ ഒരു റെസിപ്പിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതില്ലെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ ആ ഒരു ചെറുപയറിൻ്റെ ഒരു സ്മെല്ലുണ്ടാവും. അപ്പോൾ അതൊന്ന് കുറക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയായി. ഇനി നമ്മുടെ ഇതിങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ പാനിലേക്ക് ജസ്റ്റ് ഒന്ന് എണ്ണ തടവി കൊടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്ത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് കറിയൊന്നും ഇല്ലെങ്കിലും നമുക്കിത് കഴിക്കാൻ പറ്റും. ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. പിന്നെ ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് എണ്ണയെല്ലാം തടവി കൊടുത്താൽ കുറച്ചും കൂടെ ക്രിസ്പി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ദോശ തന്നെയാണ്. ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് തീർച്ചയായും ഇത് ഒരു നല്ലൊരു യൂസ്ഫുള്ളായിരിക്കും. ഇതിൻ്റെ കൂടെ ചട്നിയോ സാമ്പാറോ ഉണ്ടെങ്കിൽ തന്നെ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതുപോലെയുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരുപാട് റെസിപ്പീസ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ കണ്ടു നോക്കണേ. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബായ്.